യെസ്, സോളിഡ്സ് എന്ന ചാപ്റ്ററിലെ അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ക്വസ്റ്റ്യൻ. നേരെ നോക്കിയിരിക്കുക. ക്വസ്റ്റ്യൻ ആണ് മനസ്സിലാക്കേണ്ടത്. ഒരു സർക്കിളിന്റെ റേഡിയസ് 18 ആണ് മക്കളെ. സർക്കിളിന്റെ റേഡിയസ് എന്നോ സെക്ടറിന്റെ റേഡിയസ് എന്നോ തന്നു കഴിഞ്ഞാൽ അതായിരിക്കും കോണിന്റെ സ്ലാന്റ് ഹൈറ്റ്. സിമ്പിൾ. അറിയാത്തൊരു നോട്ട് ചെയ്തോളൂ. സർക്കിളിന്റെ റേഡിയസ് എന്നോ സെക്ടറിന്റെ റേഡിയസ് എന്നോ തന്ന് ക്വസ്റ്റ്യനിൽ എന്താണോ തന്ന് അതങ്ങോട്ട് എടുത്ത് റേഡിയസ് എഴുതിയാൽ വേണ്ടി. ക്ലിയർ അല്ലേ? സോ ഇനി കോണിന്റെ റേഡിയസ് കാണാൻ ഇതാണ് ചെയ്യേണ്ടത്. കോണിന്റെ റേഡിയസ് സെൻട്രൽ ആംഗിൾ തന്നു കഴിഞ്ഞിട്ട് കോണിന്റെ റേഡിയസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോ. എല്ലാ വർഷവും ചോദിക്കുന്ന വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇക്വേഷൻ? എക്സ് ബൈ ഇക്വേഷൻ എഴുതേ. എക്സ് ബൈ 360 ഈസ് ഈക്വൽ ടു ആർ ബൈ എൽ. ഇതാണ് ഇക്വേഷൻ. എക്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് കൊടുക്കണം? 140 കൊടുത്തോളൂ, ചെയ്തോളൂ. എക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് 140 നിങ്ങൾ ഒപ്പം ചെയ്യൂ, എന്നാലേ കാര്യം ഉണ്ടാവുള്ളൂ. എക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് 140 ഡിവൈഡഡ് ബൈ 360 ഈക്വൽ ടു ആർ എന്ന സ്ഥലത്ത് കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല, കാരണം ആറാണ് ഇവിടെ കാണേണ്ടത്. ക്ലിയർ അല്ലേ? ആറാണ് കാണേണ്ടത്. സോ ആർ എന്ന് തന്നെ എഴുതുക. എൽ എൽ എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കുക? 18. വേണമെങ്കിൽ ആ 0 കട്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതാക്കാം. വേണമെങ്കിൽ 140/360 വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കാം. 0 കട്ട് ചെയ്യൂ. വേണമെങ്കിൽ ഒന്നും കൂടി ചെറുതാക്കാം. 14 ഒന്ന് ഡിവൈഡ് ചെയ്ത 2 കൊണ്ട് എത്ര വരിക? 7/18 അല്ലെ? ഈക്വൽ ടു R/18 എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി മക്കളെ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കൂ. R × 18 ഇതങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. R × 18 ഇസ് ഈക്വൽ ടു 18 × 7 അല്ലെ? 18 × 7. സോ ഇതെന്ന് 6 ആണ് കാണേണ്ടത് എഴുതി. ഇത് മൾട്ടിപ്ലൈ ചെയ്യരുത്. ഈ ഇൻറ്റു 18 ഇങ്ങോട്ട് വന്നാൽ എന്തായി? ഡിവൈഡഡ് ബൈ 18 ആയി. കണ്ടോ? ഇത് കട്ട് ചെയ്യാൻ പറ്റിപ്പോ. നേരെ മറിച്ച് നിങ്ങൾ 18 × 7 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണെങ്കിൽ വേറൊരു ആൻസർ വരും. എന്നിട്ട് ആ ആൻസറിനെ പിന്നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ ട്രിക്കുകളൊക്കെ ചെയ്യണം. മനസ്സിലായോ? ട്രിക്കുകൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുക. ആക്രാന്തം കാണിച്ചിട്ട് 18 × 7 കാണുമ്പോഴേക്കും അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവരുത്. ഒന്ന് വെയിറ്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? സോ റേഡിയസ് എന്നുള്ളത് 7 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ എന്തായാലും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? CSA. എന്താണ് കോണിന്റെ CSA? ഹലോ, പഠിച്ചു വെച്ചോ. CSA കാണാനുള്ള ഇക്വേഷൻ വെരി സിമ്പിൾ ആണ്. CSA കോണിന്റെ CSA കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ ഇൻറ്റു R × L. എന്താണ് ഇക്വേഷൻ? പൈ ഇൻറ്റു R × L. പൈ എന്ന് എഴുതുക. റേഡിയസ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര റേഡിയസ് ഇപ്പൊ കിട്ടിയത്? 7. എൽ എന്നുള്ളത് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. എൽ എന്നുള്ളത് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ എൽ എന്താ എഴുതി വെച്ചിട്ടുണ്ട്? 18. സോ 18 × 7 ഒന്ന് വേഗം മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. എത്ര കിട്ടണ്? 126. 126 എഴുതുന്ന സമയത്ത് ആ പൈ എഴുതാൻ മറക്കരുത്. പൈ എഴുതാൻ മറന്നു പോകരുത്. ഇത് സിമ്പിൾ അല്ലേ? ഓക്കെ, നേരെ മനസ്സിലായില്ലേ?